നമസ്കാരം. ഭൂമിയിലെ സ്വർഗം എന്നാണ് കാശ്മീരിനെ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കാശ്മീരിൽ തീവ്രവാദം മൂർച്ഛിക്കുകയും അവിടെ പാകിസ്ഥാൻ്റെയും മറ്റും സഹായത്തോടുകൂടി തീവ്രവാദ സംഘടനകൾ അതിശക്തമായ സാന്നിധ്യമായി മാറുകയും ചെയ്തപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ആയിരങ്ങളാണ്, പ്രത്യേകിച്ച് കാശ്മീരി പണ്ഡിറ്റുകളാണ് ഇവരുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടത്. പിന്നീട് വർഷങ്ങളോളം കാശ്മീരിൽ വിളയാടുക തന്നെയായിരുന്നു ഈ തീവ്രവാദികൾ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഈ തീവ്രവാദികളെ കർശനമായി നേരിടുകയും അവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. കാശ്മീരിനായിട്ടുള്ള പ്രത്യേക അവകാശങ്ങളൊക്കെ തന്നെ പിന്നീട് പിൻവലിക്കുകയും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെയും പോലെ തന്നെയാണ് കാശ്മീരും എന്നുള്ള ആ ഒരു പഴയ തീരുമാനം കൃത്യമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു. എങ്കിലും ഇപ്പോഴും അവിടെ കാശ്മീർ തീവ്രവാദികൾ പല സ്ഥലങ്ങളിലും തലപൊക്കുന്നുണ്ട്. പഹൽഗാമിൽ നടന്ന സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി ചില തീവ്രവാദികൾ അവിടെ കടന്നു കയറി മലയാളി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളെ അന്ന് കൊലപ്പെടുത്തിയതും പിന്നീട് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതൊക്കെ തന്നെ നമുക്ക് അറിയാം. എന്നാൽ ഇപ്പോൾ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെങ്കിലും കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ കാശ്മീർ താഴ്വര മുഴുവനായി. അതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള സൈന്യവും അർദ്ധസൈനികരും എല്ലാവരും തന്നെ വളരെ ശക്തമായ നിരീക്ഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകൾ ഇവിടേക്ക് നുഴഞ്ഞു കയറി വീണ്ടും ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഡ്രോണുകളും അതിൽ മറ്റ് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ നിരീക്ഷണം അവർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 5 ദിവസം മുമ്പ് സൈന്യത്തിൻ്റെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പരിശോധനയ്ക്കിടയിൽ ഒരു ആപ്പിൾ തോട്ടത്തിൽ ചില ആളുകൾ സംശയകരമായ സാഹചര്യത്തിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടത്. അങ്ങനെയാണ് ഇത് തീവ്രവാദികളാണ് എന്ന് തന്നെ മനസ്സിലാക്കുകയും ഇവിടേക്ക് ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തത്. എന്നാൽ ഇവിടെ മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ കണ്ടുപിടിച്ച് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇന്നലെ നടന്ന അതിശക്തമായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തോയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട അവരുടെ കമാൻഡറായ സാക്കിർ ഗനായി എന്ന കൊടും ഭീകരനെ സൈന്യം വെടിവെച്ചു കൊന്നത്. മാത്രമല്ല ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഇയാളെ രാജ്യത്തെ ഇൻ്റലിജൻസ് ഏജൻസികൾ A++ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് കൊടും ഭീകരൻ തന്നെയായിരുന്നു ഈ ഗനായി. ഇയാളെ പിടികൂടുക അല്ലെങ്കിൽ ഇയാളെ വധിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടമാണ്. കാശ്മീർ താഴ്വരയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇതുപോലെയുള്ള തീവ്രവാദികളുടെ വധം തീർച്ചയായും എല്ലാവിധത്തിലും ഗുണകരമായി മാറും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാശ്മീരിൽ സമാധാനം ഇല്ലാതാക്കാൻ ഇപ്പോഴും പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ആകട്ടെ അവരുടെ സ്വന്തം രാജ്യത്തുള്ള പാക് അധിനിവേശ കാശ്മീരിലെ സ്വന്തം ജനങ്ങൾ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന, ഭക്ഷണം ചോദിച്ചവരോട് വെടിയുണ്ടുകൊണ്ട് മറുപടി നൽകിയ പാകിസ്ഥാനാണ് കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളെ വധിക്കുന്നതിന് വേണ്ടി ഈ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നത്. ഏതായാലും ഇന്ത്യയുടെ സൈന്യശക്തിക്ക് മുന്നിൽ ഒപ്പം ഇന്ത്യയുടെ സാങ്കേതിക മേഖലയിലെ മികവിന് മുമ്പിൽ ഈ തീവ്രവാദികൾ ഒന്നുമല്ല എന്ന് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഈ സാക്കിറിനെയൊക്കെ പോലെയുള്ള എത്രയോ ഭീകരന്മാർ ഒരുപക്ഷെ ഇപ്പോഴും പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെയും അവരുടെ സർക്കാരിൻ്റെയൊക്കെ തന്നെ സുരക്ഷാ തണലിൽ അവിടെ സുഖമായി ജീവിക്കുന്നുണ്ട്. ഇവരിൽ പലരും കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ശക്തമായ ഒരു താക്കീതായി മാറുകയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ കൊടും തീവ്രവാദിയുടെ A++ വിഭാഗത്തിൽപ്പെട്ട ഈ തീവ്രവാദിയുടെ വധം എന്നുള്ള കാര്യവും ഉറപ്പാണ്. മാത്രവുമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ തന്നെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് തങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയിലെ സെനറ്റർമാർ പോലും അതിനെ തള്ളിക്കളയുകയും ഈ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അവർ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് ബിൻ ലാദനെ പോലുള്ള ഒരു കൊടും തീവ്രവാദിയെ, കൊടും ഭീകരൻ, അമേരിക്കയിൽ പോലും ദുരന്തം വിതച്ച ഒരു കൊടും ഭീകരനെ വർഷങ്ങളോളം സുരക്ഷിതരെ താമസിപ്പിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നാണ്. ഏതായാലും കാശ്മീരെ സംബന്ധിച്ചിടത്തോളം, കാശ്മീർ താഴ്വരയിലെ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും ഇപ്പോൾ കാശ്മീരിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകൾ പലരും നാടുവിട്ട് പോയവരൊക്കെ തന്നെ തിരികെ എത്തി അവരുടെ ജീവിതം ഇവിടെ പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീവ്രവാദിയുടെ വധം തീർത്തും ആശ്വാസകരമായൊരു കാര്യമാണ്. ഏതായാലും കേന്ദ്രം ഭരിക്കുന്നത് അതിശക്തനായ ഒരു ഭരണാധികാരിയും അതിശക്തമായ ഒരു സർക്കാരുമാണ് എന്നുള്ള കാര്യം പാകിസ്ഥാനോ അതല്ലെങ്കിൽ അവർ പോറ്റി വളർത്തുന്ന ഈ തീവ്രവാദ സംഘടനകളോ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്താനെത്തിയ തീവ്രവാദ സംഘടനകളെ ഇത്രയും ശക്തമായ തോതിൽ അമർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത് 5 ദിവസം അവർ ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിൾ തോട്ടത്തിനിടയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അവർ പെട്ടുപോയി. ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തെ പ്രതിരോധ മേഖലയിൽ നമ്മുടെ സാങ്കേതിക വളർച്ച എത്രത്തോളം ഗംഭീരമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ സംഭവം.